ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡ്, നെറ്റ് കറണ്ട് അസറ്റ് ഫോർകാസ്റ്റ് മെത്തേഡ് ആൻഡ് റിഗ്രഷൻ അനാലിസിസ് മെത്തേഡ്, ഇങ്ങനെ 3 മെത്തേഡ്സ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൽ അല്ലെങ്കിൽ എസ്റ്റിമേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്നുള്ള ഹെഡിൽ ഡിസ്കസ് ചെയ്തു. ദെൻ ഒരു 3 മെത്തേഡ് കൂടിയാണ് ഇനിയുള്ളത്. ജസ്റ്റ് എന്താണ് ആ ഒരു തിയറി, ആ ഒരു ബേസ് ആയിട്ടുള്ളത് എന്താണെന്നുള്ളത് നോക്കിയാൽ മതി. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ക്യാഷ് ഫോർകാസ്റ്റിംഗ് മെത്തേഡാണ്. ക്യാഷ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്. ഇവിടെ എങ്ങനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് മനസ്സിലാക്കുന്നത്? നമ്മളൊരു ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ ആ ഒരു ഇയറിൽ, ഒരു പർട്ടിക്കുലർ ഇയറിൽ നമുക്ക് എത്ര ക്യാഷ് റെസീപ്റ്റ് വരുന്നു അല്ലെങ്കിൽ എത്ര ക്യാഷ് പേയ്മെൻറ്റ് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു എസ്റ്റിമേഷൻ നമ്മൾ എന്ത് ചെയ്യും? ഒരു എസ്റ്റിമേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. നമുക്കൊരു പീരീഡിലേക്ക്, ഒരു ഇയർ, നമ്മൾ ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അതിൽ എത്രമാത്രം ക്യാഷ് റെസീപ്റ്റ് വരാൻ ചാൻസ് ഉണ്ട് ആൻഡ് ക്യാഷ് പേയ്മെൻറ്റ്സ് എത്ര വരും. ഈ എസ്റ്റിമേഷൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യും? വെദർ ദർ ഈസ് സർപ്ലസ് ഓർ ഡെഫിഷ്യൻസി, നമുക്ക് റെസീപ്റ്റ് ആണോ കൂടുതലെങ്കിൽ നമുക്ക് സർപ്ലസ് ആണ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് കുറവ് മതിയാവും. എന്നാൽ ഡെഫിഷ്യൻസിയാണ് വരാൻ ചാൻസ് എങ്കിൽ, അതായത് നമുക്ക് ക്യാഷ് പേയ്മെൻറ്റ്സ് ആണ് കൂടുതലായിട്ട് വരാൻ ചാൻസ്, എസ്റ്റിമേറ്റ് ചെയ്തതിൽ നമുക്ക് ക്യാഷ് പേയ്മെൻറ്റ്സ് ആണ് കൂടുതലായിട്ട് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഡെഫിഷ്യൻസി ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു ബേസിൽ ക്യാഷ് ബഡ്ജറ്റ് പോലെ നമ്മളുടെ ക്യാഷ് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിൻ്റെ ബേസിസിൽ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് നടത്തുന്നതിനാണ് ക്യാഷ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ സിംപ്ലി നമ്മൾ ക്യാഷ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ക്യാഷ് റെസീപ്റ്റ് ആൻഡ് ക്യാഷ് പേയ്മെൻറ്റ്സ് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന മെത്തേഡാണ് പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് മെത്തേഡ്. ഇവിടെ നമ്മളൊരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സെയിം ഫോർമാറ്റിൽ എന്ത് ചെയ്യും? നമുക്ക് ഏതൊക്കെ അസറ്റാണ്, ക്യാഷ് അല്ലാതെ നമുക്ക് മറ്റേതൊക്കെ അസറ്റ് വരാൻ ചാൻസസ് ഉണ്ട്, ആൻഡ് അതുപോലെ ഏതൊക്കെ ലയബിലിറ്റീസാണ് വരുന്നത്. ഓക്കെ, ഫ്യൂച്ചർ പീരീഡിൽ നമുക്ക് എന്തൊക്കെ അസറ്റ് ക്രിയേറ്റ് ചെയ്യാം, എന്തൊക്കെ ലയബിലിറ്റീസ് നമുക്ക് എറൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു എസ്റ്റിമേഷനാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ബേസിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തതിൻ്റെ ബേസിൽ ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. അസറ്റ് സൈഡിൽ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്ന അസറ്റ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന അസറ്റ്സ് ഏതൊക്കെയാണ്, ലയബിലിറ്റി സൈഡിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന ലയബിലിറ്റീസ് ഏതൊക്കെയാണ്. ഇത് വെച്ചുകൊണ്ട് നമ്മളൊരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ, ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ക്യാഷ് എത്രയാണെന്നുള്ളത് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നില്ല. എക്സ്ക്ലൂഡിങ് ക്യാഷ് ബാക്കി അസറ്റ്സ് എന്തൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ലയബിലിറ്റീസ് അറൈസ് ചെയ്യും, ഇതിൻ്റെ ബേസിലൊരു പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഈ പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റിൽ നമുക്ക് എന്തായിരിക്കും ഉണ്ടാവുക? അസറ്റ്സും ലയബിലിറ്റീസും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാകും. അതായത് നമ്മൾ അസറ്റ് സൈഡിൽ നമ്മൾ ക്യാഷ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അതല്ലാതെ വരുന്ന അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി സൈഡിലെ ഡിഫറൻസസിൻ്റെ ബേസിലാണ് ഈ ഒരു മെത്തേഡിൽ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ എന്തായിരിക്കും? അസറ്റ് സൈഡ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ലയബിലിറ്റി സൈഡ് കൂടുതലായിരിക്കും. ഇതിൻ്റെ ഡിഫറൻസ് എന്താണോ അതിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അസറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ, അതായത് നമുക്ക് ബാലൻസ് ഷീറ്റ് നമ്മൾ ടാലി ചെയ്യുന്ന സമയത്ത് അസറ്റ് സൈഡ് കൂടുതലാണ് ലയബിലിറ്റി സൈഡിനെ അപേക്ഷിച്ച്. ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്? നമുക്ക് ആവശ്യം ഉള്ള അസറ്റ്സിനേക്കാൾ കൂടുതലാണ് ലയബിലിറ്റി സൈഡ്. ഓക്കെ, നമ്മളുടെ ലയബിലിറ്റി സൈഡിനേക്കാൾ കൂടുതലാണ് അസറ്റ് സൈഡ്. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലോങ് ടേം ഫണ്ട്, ലയബിലിറ്റി സൈഡ് നമുക്ക് എന്തൊക്കെയുണ്ടാവുക? ലോങ് ടേം ഫണ്ട്, ഡിബഞ്ചേഴ്സ് ഉണ്ടായിരിക്കും, നമ്മളുടെ ഷെയർ ക്യാപിറ്റൽ ഉണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് അസറ്റ് പർച്ചേസ് ചെയ്യുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മളുടെ ഫണ്ട്, ലോങ് ടേം ഫണ്ടാണ് ലയബിലിറ്റി സൈഡ് ഉണ്ടാവുക. അപ്പോൾ ലയബിലിറ്റി സൈഡ് കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ അസറ്റ് സൈഡ് കൂടുതലുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ, നമുക്ക് അസറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ അവിടെ എന്തായിരിക്കും? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് കുറവായിരിക്കും.
ലയബിലിറ്റി സൈഡ് കുറവ് എന്നുള്ളതിന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് കുറവാണ്, ഓർ ഡെഫിഷ്യൻസി ആണ്. ഈ സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യണം? വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമുക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ട്, ഡിബഞ്ചേഴ്സ് യൂസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേത് ഫണ്ട് യൂസ് ചെയ്തുകൊണ്ടോ നമുക്ക് എന്ത് ചെയ്യാം? ആവശ്യത്തിന് വർക്കിംഗ് ക്യാപിറ്റൽ അവിടെ എത്രയാണോ ഡെഫിഷ്യൻസി അത്രയും വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ അറേഞ്ച് ചെയ്യണം. ഓൺ ദ അതർ ഹാൻഡ് ലയബിലിറ്റി സൈഡ് അസറ്റ് സൈഡിനെ അപേക്ഷിച്ച് കൂടുതലാണെങ്കിൽ അവിടെ എന്താണ്? അവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് കൂടുതലാണ്. ലയബിലിറ്റി സൈഡ് കൂടുതൽ എന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലോങ് ടേം ഫണ്ട് കൂടുതലാണ്. ഓക്കെ, അതിന് അത്ര തന്നെ നമുക്ക് എന്ത് വേണ്ട? അസറ്റ് നമ്മൾ അത്ര തന്നെ പർച്ചേസ് ചെയ്തിട്ടില്ല. അവിടെ നമുക്ക് എന്താണ്? അവൈലബിലിറ്റി ഓഫ് ഫണ്ട് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫണ്ട് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഫർദർ വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഫണ്ട് മറ്റ് ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിൽ എന്ത് ചെയ്യാം? ഇൻവെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ലയബിലിറ്റിയും അസറ്റ് സൈഡും കമ്പയർ ചെയ്തുകൊണ്ടാണ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് മെത്തേഡ്. അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് മെത്തേഡ്. ഇവിടെ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് പകരം ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾക്ക് ഒരു പീരീഡിൽ നമ്മളുടെ ഒരു കമ്മിങ് ഇയേഴ്സിലേക്ക് വേണ്ട ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണെങ്കിൽ അത് ഫോർകാസ്റ്റ് ചെയ്ത് ആ ട്രാൻസാക്ഷൻ്റെ ബേസിൽ നമ്മൾ ആ പർട്ടിക്കുലർ ഇയറിലെ പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ പ്രോഫിറ്റിൻ്റെ ബേസിൽ നമുക്ക് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ് എത്രയാണോ ഇതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കറണ്ട് ഇയർത്തെ ക്യാഷ് ഇൻഫ്ലോസും ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോസും എത്രയാണെന്നുള്ളത് മാച്ച് ചെയ്ത് നോക്കും. കറണ്ട് ഇയർത്തെ ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഇയറിൽ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കേണ്ടതില്ല. എന്നാൽ നമുക്ക് കറണ്ട് ഇയറിലുള്ള ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഇയറിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അപ്പം ഫ്യൂച്ചർ ഇയറിലെ പ്രോഫിറ്റിൻ്റെ ബേസിൽ പ്രോഫിറ്റ് ഓർ ലോസ് മെത്തേഡാണ്. പ്രോഫിറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ ലോസ് ആകാം. ഇതിൻ്റെ ബേസിൽ നമ്മൾ കറണ്ട് ഇയർത്തെ വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒന്നെങ്കിൽ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ എത്രയാണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സെയിം ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. ഈ ഒരു മെത്തേഡാണ് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു മെത്തേഡ്സിൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിൻ്റെ എസ്റ്റിമേറ്റിംഗ് മെത്തേഡ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഏരിയാസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഹെഡിലേക്ക് പോകണം. ദാറ്റ് ഈസ് ക്യാഷ് മാനേജ്മെൻറ്റ്. നമുക്ക് ഓരോ ഹെഡും ഇതുപോലെ മാനേജ്മെൻറ്റ് ഓഫ് ക്യാഷ്, മാനേജ്മെൻറ്റ് ഓഫ് റിസീവബിൾസ് ഏതൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാണ് വേണ്ടത്. ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് ക്യാഷ് മാനേജ്മെൻറ്റ് എന്താണ്. വർക്കിംഗ് ക്യാപിറ്റലിലെ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ക്യാഷാണ്. ദെൻ റിസീവബിൾസ് വരും. റിസീവബിൾസ് മീൻസ് ഡെപ്റ്റേഴ്സ് ആൻഡ് ബിൽസ് റിസീവബിൾ വരുന്നത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അനദർ ഏരിയ ആണ്. സോ ഫസ്റ്റ് നമുക്ക് ക്യാഷ് മാനേജ്മെൻ്റ് ആണ് ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഓർഗനൈസേഷനിൽ വരുന്ന നമ്മളുടെ സെയിൽസ് വഴിയാണെങ്കിലും അതല്ലെങ്കിൽ മറ്റ് ട്രാൻസാക്ഷൻസ് വഴി ഓർഗനൈസേഷൻ റിസീവ് ചെയ്യുന്ന ക്യാഷ് നമ്മൾ ക്യാഷ് എന്നുള്ള ഹെഡിലാണ് ബാലൻസ് ഷീറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമുക്ക് മെയിനായിട്ടും ഒരു ഓർഗനൈസേഷനിൽ ക്യാഷ് റിസീവ് ചെയ്യുന്നത് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ്. കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് സെയിൽസ് വഴി അവരുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നത് വഴിയാണ്. അതല്ലാതെ മറ്റ് ക്യാഷ് ഇക്വാലൻസ് ഉണ്ടായിരിക്കും ആൻഡ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഉണ്ടാകും. നമുക്ക് ഈസിലി മാർക്കറ്റിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന സെക്യൂരിറ്റീസ്, ബിൽസ് റിസീവബിൾ അതിനൊരു എക്സാമ്പിളാണ്. ഇതിനെല്ലാം കൂടിയാണ് നമ്മൾ ജനറലി ബ്രോഡർ സെൻസിൽ
ക്യാഷ് എന്നുള്ള ഹെഡിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ക്യാഷ് എന്ന് പറയുന്നത് ഇന്നെവിറ്റബിളാണ്. എന്തായിരിക്കും, നമുക്ക് ഇപ്പോൾ കറണ്ട് ഓർഗനൈസേഷൻ്റെ ഫങ്ഷൻസ് നടത്തുന്നതിന് വേണ്ടിയിട്ടും ആൻഡ് ഫ്യൂച്ചർ ഫങ്ഷൻസ് നടത്തുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് ക്യാഷ് റിക്വയർഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഓർഗനൈസേഷൻ്റെ ടോട്ടൽ ഫങ്ഷനിങ്ങിന് വേണ്ട മോസ്റ്റ് ലിക്വിഡ് ആയിട്ടുള്ള ഒരു അസറ്റ് എന്ന് പറയുന്നത് ക്യാഷാണ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഓർ ദ മോട്ടീവ്സ് ഓർ റീസൺസ് ഫോർ ഹോൾഡിംഗ് ക്യാഷ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് 4 heads, that is transaction motive, precautionary motive, speculative motive and compensating motive. ഫസ്റ്റ് പർപ്പസ് എന്താണ്, നമ്മൾ ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ ക്യാഷ് ഹോൾഡ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ മോട്ടീവാണ്. സിംപ്ലി നമുക്ക് പർച്ചേസ്, നമ്മളുടെ ഒരു ഓർഗനൈസേഷൻ്റെ ബിസിനസ് ഓപ്പറേഷൻസ് നടത്തിക്കൊണ്ട് പോകുന്നതിന് പർച്ചേസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റ് എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും, എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ എംപ്ലോയീസിന് വരുന്ന എക്സ്പെൻസ്, വേജസ് പേയ്മെൻറ്റ് നടത്തുന്നതിന്, അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് നടത്തുന്ന സമയത്ത് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സപ്ലയേഴ്സിന് പേയ്മെൻറ്റ് നടത്തണമെങ്കിലൊക്കെ നമുക്ക് ക്യാഷ് വേണം. സോ ട്രാൻസാക്ഷൻ മോട്ടീവ് ഈസ് എ മോട്ടീവ് ഫോർ ഹോൾഡിംഗ് ക്യാഷ്. ദെൻ പ്രിക്കോഷണറി മോട്ടീവ്. പ്രിക്കോഷണറി മോട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഫ്യൂച്ചർ എന്ന് പറയുന്നത് എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളൊരു മിനിമം ലെവൽ നമ്മളെപ്പോഴും ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ വരാവുന്ന കണ്ടിൻജൻസീസ് അല്ലെങ്കിൽ അൺഫോർസീൻ ആയിട്ടുള്ള ഈവൻറ്റ്സ് മീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫ്യൂച്ചർ പേർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ആസ് എ പ്രിക്കോഷണറി മോട്ടീവായിട്ടും ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ സ്പെക്യുലേറ്റീവ് മോട്ടീവ്. സ്പെക്യുലേറ്റീവ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പെക്യുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിൽ നമുക്കിപ്പം ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതിൽ റോ മെറ്റീരിയൽസിൻ്റെ പ്രൈസ് റെഡ്യൂസ് ആവുകയാണെന്ന് വിചാരിക്കുക. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മളുടെ കയ്യിൽ ക്യാഷ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ അവൈലബിൾ ഫണ്ട് യൂസ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചറിൽ നമ്മളുടെ ആവശ്യത്തിനുള്ള റോ മെറ്റീരിയൽസ് ബാർഗെയിൻ ചെയ്തുകൊണ്ട് വാങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കും. എന്നാൽ ആവശ്യത്തിന് നമ്മൾ ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ വരുന്ന സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഡ്യൂ ടു ലാക്ക് ഓഫ് ഫണ്ട്. അപ്പം ഫണ്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ബാർഗെയിനിങ് പോലെ സ്പെക്യുലേറ്റീവ് പർപ്പസസിന് വേണ്ടിയിട്ടും എന്ത് യൂസ് ചെയ്യാം, ക്യാഷ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സ്പെക്യുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് കറൻ്റ്ലി നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള മെറ്റീരിയൽസ് വാങ്ങാം, ഫ്യൂച്ചർ പീരീഡിൽ നമുക്കത് ഹയർ പ്രൈസിന് വിൽക്കാം. ഓക്കെ, സോ സ്പെക്യുലേറ്റീവ് പർപ്പസിന് ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്യാം. അതുപോലെ കോമ്പൻസേറ്റീവ് മോട്ടീവ്. കോമ്പൻസേറ്റീവ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓർഗനൈസേഷന് നമുക്ക് വേരിയസ് ഫണ്ട് അവൈലബിൾ ആണ്. ഇപ്പം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ബാങ്ക്സ് ആണെന്നുണ്ടെങ്കിൽ വേരിയസ് ഫണ്ട് അല്ലെങ്കിൽ ലോണൊക്കെ ആയിട്ട് നമുക്ക് ഓർഗനൈസേഷൻ ഓർ ഫേംസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സെക്യൂരിറ്റി അല്ലെങ്കിൽ നമുക്ക് അത് പേയ്മെൻറ്റ് നടത്താനുള്ള എബിലിറ്റി ഉണ്ട് എന്നുള്ളത് ബാങ്കിന് കൺവിൻസ്ഡ് ആയിരിക്കണം. ഓക്കെ, നമ്മൾ ഇൻസോൾവൻ്റ് അല്ല എന്നുള്ള ഒരു കൺവിൻസ്ഡ് ആയാൽ മാത്രമേ നമുക്ക് ബാങ്ക് ആണെന്നുണ്ടെങ്കിലും മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈവൻ ക്രെഡിറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഫണ്ട് തരുന്നുള്ളൂ. അപ്പോൾ നമ്മളുടെ കയ്യിൽ പ്രോപ്പർ ബാലൻസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ ക്യാഷ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നമുക്കത് പേയ്മെൻറ്റ് നടത്താൻ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് കൺവിൻസ്ഡ് ആയാൽ മാത്രമേ നമുക്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫണ്ട് തരുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ആണെങ്കിലും എന്ത് വേണം, നമ്മുടെ കയ്യിൽ ക്യാഷ് ബാലൻസ് ഉണ്ടായിരിക്കണം. സോ ഇറ്റ് ഈസ് ഓൾസോ എ മോട്ടീവ് ഫോർ കോമ്പൻസേറ്റീവ് മോട്ടീവ്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാഷ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് ഫാക്ടേഴ്സിൻ്റെ ബേസിൽ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സിൻ്റെ ബേസിലാണ് നമ്മുടെ ഓർഗനൈസേഷനിലുള്ള ക്യാഷ് ലെവലാണെങ്കിലും
അല്ലെങ്കിൽ ക്യാഷ് നീഡ്സ് എന്ന് പറയുന്നത് ഡിറ്റർമിൻ ചെയ്യുന്നത്. അത് നമ്മളുടെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾസിൽ അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഇക്വേഷൻസിലൊക്കെ പഠിച്ചതുപോലെ നമുക്ക് ക്രെഡിറ്റേഴ്സ് അവൈൽ ചെയ്യുന്ന പീരീഡ് ഇത് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ പെട്ടെന്ന് ക്യാഷ് പേയ്മെൻറ്റ് നടത്തേണ്ടി വരും. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ കൂടുതലായിട്ട് ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്യണം. ഡെപ്റ്റേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ക്രെഡിറ്റ് പോളിസി നമ്മൾ 2-3 വീക്സ് വരെ അല്ലെങ്കിൽ 2-3 മന്ത്സ് വരെ നമ്മൾ ക്രെഡിറ്റ് പീരീഡ് അവൈൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കസ്റ്റമേഴ്സിന്. അപ്പോൾ നമുക്ക് അത്രയും പീരീഡ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ? നമ്മളുടെ ക്യാഷ് തിരിച്ച് റിസീവ് ചെയ്യുന്നുള്ളൂ. ഈ ഒരു ടൈം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫങ്ഷൻസ് എന്താകും? പ്രോപ്പറായിട്ട് നടന്നു പോവില്ല. അപ്പോൾ ഓരോ ക്രെഡിറ്റ് പോളിസീൻ്റെ ബേസിലാണെങ്കിലും, ക്രെഡിറ്റ് പോളിസി മീൻസ് നമ്മൾ ഡെറ്റേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ക്രെഡിറ്റ് പോളിസി ആണെങ്കിലും അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് നമുക്ക് തരുന്ന ക്രെഡിറ്റ് പോളിസി ആണെങ്കിലും, ഈ ക്രെഡിറ്റ് പോളിസീൻ്റെ ബേസിലും അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഡക്ഷൻ, നമ്മളുടെ മാനുഫാക്ചറിങ് ആണെങ്കിൽ മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെ ബേസിലും നമ്മുടെ ടോട്ടൽ ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ബേസിലൊക്കെയാണ് നമ്മൾ ക്യാഷ് പേർപ്പസ് അല്ലെങ്കിൽ ക്യാഷ് നീഡ്സ് ഓർ ക്യാഷ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിനെ എഫക്റ്റ് ചെയ്യുന്ന വേരിയസ് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു റീസൺ കൊണ്ടാണ് നമ്മൾ ക്യാഷ് മാനേജ്മെൻറ്റ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ്ലി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ക്യാഷ് മാനേജ്മെൻറ്റ്? The cash management simply refers to the management of cash, that is cash inflows and outflows, or it is the process of forecasting, collecting, disbursing, investing and planning for the cash. ഓക്കെ, അപ്പം ഒരു കമ്പനിക്ക് എന്ത് ചെയ്യുക, ആ ഒരു ഓർഗനൈസേഷനിൽ ഒരു പ്രൊഡക്ഷൻ പീരീഡിൽ നമുക്ക് എത്രത്തോളം ഫണ്ട് അല്ലെങ്കിൽ ക്യാഷ് ആവശ്യമായിട്ട് വരും എന്നുള്ളത് ഫോർകാസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിലാണ് നമ്മുടെ ക്യാഷ് മാനേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഫോർകാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ആവശ്യമായിട്ട് വരും എന്നുള്ളതിൻ്റെ ബേസിൽ നമ്മൾ അത്രയും ഫണ്ട് എന്ത് ചെയ്യണം? കളക്ട് ചെയ്യണം. അത് കളക്ട് ചെയ്യുന്നതിന് നമുക്ക് വേരിയസ് റിസോഴ്സസ് അവൈലബിൾ ആണ്. ഇത് ലോങ് ടേം ഫണ്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം, അതല്ലെങ്കിൽ ഷോർട്ട് ടേം ഫണ്ട് യൂസ് ചെയ്യാം. ദെൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഡിസ്പേഴ്സ് ചെയ്യണം. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടിനെ വേരിയസ് ഹെഡ്സിലേക്ക് നമ്മൾ ഡിസ്പേഴ്സ് ചെയ്യണം. ഓക്കെ, ആൻഡ് നമുക്ക് അറ്റ് ദ എൻഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് എന്ത് ചെയ്യാം? നമുക്ക് വേരിയസ് അതർ പർപ്പസിൽ അല്ലെങ്കിൽ അതർ റവന്യൂസിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ടോട്ടൽ ഓർഗനൈസേഷൻ ഫങ്ഷൻസ് സ്മൂത്ത്ലി അല്ലെങ്കിൽ റൺ ചെയ്തു പോകുന്നതിന് ആവശ്യമായിട്ടുള്ള ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ക്യാഷ് മാനേജ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്യാഷ് മാനേജ്മെൻറ്റ്? പ്രൈമറി ഒബ്ജക്റ്റീവ് നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം, ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഓർഗനൈസേഷൻ്റെ സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ബിസിനസ് ഓപ്പറേഷൻസിൻ്റെ സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഫണ്ട് അവൈലബിൾ ആയാൽ മാത്രമേ നമുക്ക് ഓർഗനൈസേഷനിൽ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ റോ മെറ്റീരിയൽസ് അവൈലബിൾ ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓർഗനൈസേഷൻ്റെ ബാക്കി ഫങ്ഷൻസ് ഓർ മാനുഫാക്ചറിങ് പ്രോസസ്സ് റൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ എംപ്ലോയീസിനുള്ള വേജസ് കൊടുക്കുന്നതിന്, ബാക്കി എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നതിന് നമുക്ക് ക്യാഷ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. സോ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ബേസിക് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്? ടു മീറ്റ് ദ ക്യാഷ് ഔട്ട്ഫ്ലോസ് ഓർ ക്യാഷ് എക്സ്പെൻസസ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ദ സെക്കൻഡ് വൺ ടു മിനിമൈസ് ദ ക്യാഷ് ബാലൻസ്. രണ്ട് ബേസിക് ഒബ്ജക്റ്റീവ്സ് ആണ് നമുക്ക് ക്യാഷ് മാനേജ്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ടു മീറ്റ് ദ ക്യാഷ് എക്സ്പെൻസസ്, ആസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, നമ്മുടെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് സെക്കൻഡ് വൺ ടു മിനിമൈസ് ദ ക്യാഷ് ബാലൻസ്. എന്താണ്? നമുക്ക് ഒരു ലിമിറ്റിൽ കൂടുതൽ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ ക്യാഷ് നമ്മുടെ ഓർഗനൈസേഷനിൽ ഐഡിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ക്യാഷ് എന്ന് പറയുന്നത് നമുക്ക് ആസ് സച്ച് ഒന്നും ജനറേറ്റ് ചെയ്യുന്നില്ല. എന്തായിരിക്കണം? നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഫണ്ട് അല്ലെങ്കിൽ ക്യാഷ് അവൈലബിൾ ആണെങ്കിൽ നമ്മളത് എന്ത് ചെയ്യണം? മറ്റ് അവന്യൂസിൽ ഇൻവെസ്റ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് നമുക്ക് ഏർണിങ്സ് ഉണ്ടാകുന്നത്, നമുക്ക് ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ ഏർണിങ്സ് ഉണ്ടാകുന്നത്. സോ പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് യൂസ് ചെയ്യണം. ഐഡിൽ ഫണ്ടായിട്ട് നമ്മുടെ ഓർഗനൈസേഷനിൽ ഇപ്പോൾ ലാക്സ് ആണെന്നുണ്ടെങ്കിലും ക്രോസ് ആണ് ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിലും അതിനെ കൊണ്ട് എന്തില്ല?
യൂസ് ഇല്ല. സോ പ്രൊഡക്റ്റീവായിട്ടുള്ള ഏരിയാസിലായിരിക്കണം നമ്മൾ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനുള്ള ഫണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ദാറ്റ് ഈസ് മീൻ ഫോർ ലിക്വിഡിറ്റി. നമുക്ക് എപ്പോഴും ലിക്വിഡായിട്ടുള്ള ഫണ്ട് അവൈലബിൾ ആയിരിക്കണം. അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്തുണ്ടായിരിക്കരുത്, അത് നമ്മളുടെ പ്രോഫിറ്റബിലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഐഡിയലായിട്ട് നമ്മൾ ഓർഗനൈസേഷൻ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. പ്രൊഡക്റ്റീവ് പർപ്പസസിലായിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ബേസിക് ഒബ്ജക്റ്റീവ്സ് രണ്ടെണ്ണമാണ്. ദെൻ മറ്റ് അതർ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സെക്കൻഡറി ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത് ടു പ്രിവെൻറ്റ് ദ ഇൻസോൾവൻസി ഓർ ബാങ്ക്രപ്സി. ഓക്കെ, നമുക്ക് ഇൻസോൾവൻ്റ് ആയി പോവാതിരിക്കാൻ എപ്പോഴും നമ്മളൊരു മിനിമം ലെവൽ ഓഫ് ക്യാഷ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ടു മെയിൻറ്റെയിൻ എ ഗുഡ് റിലേഷൻ വിത്ത് ദ ക്രെഡിറ്റേഴ്സ് ഓർ സപ്ലയേഴ്സ്. ക്രെഡിറ്റേഴ്സ്, സപ്ലയേഴ്സ് അല്ലെങ്കിൽ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും നമുക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ എന്തുണ്ടായിരിക്കണം, മിനിമം ക്യാഷ് ബാലൻസ് ഹാവ് ടു ബി മെയിൻറ്റെയിൻ ബൈ ദ ഫേം. Then to ensure the strong credit rating. Credit rating is done by credit rating agencies. നമുക്ക് ഒരു ഫണ്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം അതിന് റീപേയ്മെൻറ്റ് കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നമ്മളത് എത്രത്തോളം പ്രോപ്പറായിട്ട് റീപേയ്മെൻറ്റ് നടത്തുന്നുണ്ട് എന്നതിൻ്റെ ബേസിസിൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് നമുക്ക് വേരിയസ് ക്രെഡിറ്റ് റേറ്റിംഗ്സ് തരും, വേരിയസ് ഗ്രേഡ്സ് തരും. ഓക്കെ, ഇത് നമ്മളുടെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റിനെയാണ് എന്ത് ചെയ്യുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ബേസിൽ കൂടിയായിരിക്കും നമുക്ക് മറ്റ് ബാങ്ക് ആണെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഇമ്പ്രൂവ് ആവണം എന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് വേണം, ക്യാഷ് ബാലൻസ് വേണം. ദെൻ ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഫേവറബിൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ നേരത്തെ പറഞ്ഞു സ്പെക്കുലേറ്റീവ് പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മൾ ഫണ്ട് യൂസ് ചെയ്യുന്നുണ്ട്, ക്യാഷ് യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ഫ്യൂച്ചറിൽ വരാവുന്ന ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഓപ്പർച്യൂണിറ്റീസ്, ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഓർ ഫേവറബിൾ ഓപ്പർച്യൂണിറ്റീസിനെ യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഫണ്ട് അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ക്യാഷ് മാനേജ്മെൻറ്റ്. ഇപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് ക്യാഷ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് പോയിൻ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുവരെ പറഞ്ഞ ഏരിയാസ് വെച്ചിട്ട് തന്നെ ജസ്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്താൽ മതി. ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് എന്താ, പ്ലാനിങ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ്. ക്യാഷ് മാനേജ്മെൻറ്റ്, ക്യാഷ് എന്താണെന്ന് അറിയാം, മാനേജ്മെൻറ്റ് എന്താണെന്ന് അറിയാം. അപ്പോൾ ക്യാഷിൻ്റെ മാനേജ്മെൻ്റ് ആണ് ക്യാഷ് മാനേജ്മെൻറ്റ്. സോ എപ്പോഴാണ് നമ്മൾ മാനേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിൻ്റെ പ്ലാനിങ് സ്റ്റേജിലാണ്. നമുക്ക് എത്രത്തോളം ക്യാഷ് ഇൻഫ്ലോസ് വരാൻ ചാൻസ് ഉണ്ട്, ആ വരുന്ന ക്യാഷ് ഇൻഫ്ലോസിനെ നമ്മൾ എത്രത്തോളം പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ക്യാഷ് ഔട്ട്ഫ്ലോസ് എത്രത്തോളം നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മളിപ്പോൾ എത്ര സേഫായിട്ട് ഫണ്ട് യൂട്ടിലൈസ് ചെയ്യണം. ഇതാണ് നമ്മളുടെ പ്ലാനിങ് റിലേറ്റഡ് ടു ക്യാഷ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് പ്ലാനിങ് ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. ദെൻ കൺട്രോളിങ് ദ ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നമുക്ക് ക്യാഷ് ഇൻഫ്ലോസ് വരണമെന്നില്ല. അപ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ക്യാഷ് ഇൻഫ്ലോസിനെ എന്ത് ചെയ്യണം, നമ്മൾ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യണം. ഓർ ക്യാഷ് ഔട്ട്ഫ്ലോസിനെ ആണെങ്കിലും പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യണം. ഓക്കെ, എക്സസീവായിട്ടോ അല്ലെങ്കിൽ എക്സസീവായിട്ടുള്ള ഫണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ദർ ഷുഡ് നോട്ട് ബി എക്സസീവ് ഓർ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് ക്യാഷ്. ദെൻ ഇൻവെസ്റ്റിംഗ് സർപ്ലസ് ക്യാഷ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട്, നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഫണ്ട് നമ്മളുടെ ഓർഗനൈസേഷനിൽ അവൈലബിൾ ആവുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ എനി അതർ പ്രൊഡക്റ്റീവ് പർപ്പസ്. നമുക്ക് കൂടുതൽ റിട്ടേൺ കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാം നമ്മളുടെ സർപ്ലസ് ഫണ്ട്. ദെൻ ഇംപ്രൂവിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇമേജ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇമേജ് എങ്ങനെയാണ് നമുക്ക് ക്യാഷ് മാനേജ്മെൻറ്റ് വഴി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് നമ്മൾ എന്ത് പറഞ്ഞു, വേരിയസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇതുവഴി നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഏരിയാസിലുള്ള ഫേസ് കൂടെ അല്ലെങ്കിൽ ഇമേജ് കൂടെ ഇമ്പ്രൂവ് ചെയ്യാം. വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം. പ്രൊഡക്റ്റീവായിട്ട് വരുന്ന അല്ലെങ്കിൽ ഏർണിങ്സ് കൂടുതലായിട്ട് വരുന്ന, റിട്ടേൺസ് കൂടുതലായിട്ട് വരുന്ന
ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ദെൻ മെയിൻറ്റെയിനിങ് റിലേഷൻഷിപ്പ് വിത്ത് ബാങ്ക്. ആസ് ഓൾറെഡി സ്റ്റേറ്റഡ്, നമുക്ക് ഫണ്ട് ക്രെഡിറ്റ് റേറ്റിംഗ് തരുന്നതിൻ്റെ ബേസിലാണ് നമുക്ക് ബാങ്ക്സ് ഫണ്ട് അവൈലബിൾ ആക്കുന്നത് ഓർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമുക്ക് റീപേയ്മെൻറ്റ് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതിൻ്റെ ബേസിസിൽ എന്ത് ചെയ്യാം, ബാങ്കിൽ നിന്ന് ഫണ്ട് അവൈൽ ചെയ്യുന്നതിനും ഓർ മറ്റ് ക്രെഡിറ്റേഴ്സായിട്ട് റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ക്യാഷ് മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മളുടെ ക്യാഷ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി നമുക്ക് ടെക്നിക്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ക്യാഷ് മാനേജ്മെൻറ്റ് സിമ്പിളായിട്ടുള്ളൊരു ഏരിയ ആണ്. ഇതിൻ്റെ ടെക്നിക്സിലേക്ക് വരുമ്പോഴാണ് കുറച്ചുകൂടെ നമുക്ക് തിയറിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ അത് ബേസിക് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം.